വലിയ നോമ്പിന്റെ ഈ ആരംഭ ദിനത്തിൽ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 2 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മെ കാനായിലെ വിവാഹ വിരുന്നിലേക്ക് നയിക്കുന്നു. യേശു തന്റെ മഹത്വം ആദ്യമായി വെളിപ്പെടുത്തിയ ഈ സംഭവം നോമ്പിന്റെ ഈ ആരംഭ ദിനത്തിൽ നമുക്ക് ആഴമായ ചിന്തകൾ നൽകുന്നു. ദൈവമഹത്വം വെളിപ്പെടുത്തുക എന്നതാവട്ടെ ഈ നോമ്പ് കാലത്തിലെ നമ്മുടെ പ്രധാന ലക്ഷ്യം. കാനായിലെ വിവാഹത്തിൽ ദൈവിക ശക്തി പ്രകടമായതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അതിനായി നാം സ്വയം തയ്യാറെടുക്കണം. വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹികമായും സഭാപരമായുമൊക്കെ ദൈവിക ഇടപെടലുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. ഈ വേദഭാഗത്ത് ശ്രദ്ധേയമായ 2 കാര്യങ്ങളുണ്ട്. 1, പൂർണ്ണമായും ശൂന്യമായ 6 കൽപ്പാത്രങ്ങൾ. 2, യേശുവിൻ്റെ വാക്കിന് മറു ചോദ്യങ്ങളില്ലാതെ ഉടനടി ചെവി കൊടുത്ത ശുശ്രൂഷകർ. ശൂന്യമായ പാത്രങ്ങൾ ദൈവമഹത്വം വെളിപ്പെടാനുള്ള സാധ്യതകളാണ്. നമ്മിലെ ശൂന്യതകളെ ദൈവവചനത്താൽ നിറയ്ക്കുവാൻ ഈ നോമ്പുകാലം അവസരമൊരുക്കണം. നമ്മുടെ താൽപ്പര്യങ്ങളും മുൻവിധികളുമൊക്കെ മാറ്റിവെച്ച് ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്പ്പെടുമ്പോൾ ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കുവാൻ തുടങ്ങും. നമ്മുടെ ചിന്തകളെയും ആഗ്രഹങ്ങളെയുമൊക്കെ ദൈവവചനത്തിന് മുൻപിൽ സമർപ്പിക്കുവാൻ തയ്യാറാകണം. ശൂന്യമായ മനസ്സോടെ ദൈവത്തെ സമീപിക്കുമ്പോൾ അവിടുന്ന് തൻ്റെ ശക്തിയും ആലോചനകളും നമ്മിലേക്ക് പകർന്നു തരും എന്നതിന് തർക്കമില്ല. കാനായിലെ ഭവനത്തിൽ യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തി കണ്ട് ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു എന്ന് ഈ വേദഭാഗം പറയുന്നു. നമ്മുടെ ജീവിതത്തിലെ ദൈവീക ഇടപെടലുകൾ മറ്റുള്ളവർക്ക് ദൈവവിശ്വാസം പകരുന്നതാകണം. നമ്മുടെ സഹവിശ്വാസികളും സഹപാഠികളും സഹപ്രവർത്തകരുമൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സന്ദർഭങ്ങളായി നമ്മുടെ ജീവിത രീതികളും പ്രവർത്തനങ്ങളും മാറുവാൻ ഇടയാകട്ടെ. നോമ്പുകാലം എപ്പോഴും നമ്മെ ആത്മനിയന്ത്രണം ശീലിപ്പിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളും ശീലങ്ങളും വർജിക്കുമ്പോൾ നാം സ്വയം നിയന്ത്രിക്കുവാൻ പഠിക്കുന്നു. ഈ ആത്മനിയന്ത്രണം ജീവിതത്തിലെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ നമ്മെ സഹായിക്കും. ജീവിതത്തിൻ്റെ പരുപരുത്ത അനുഭവങ്ങളിലും പ്രതിസന്ധികളിലുമൊക്കെ തളരാതെ മുന്നോട്ടു പോകുവാനും ഈ പരിശീലനം നമ്മെ ശക്തരാക്കും. അപ്രകാരം ഈ നോമ്പുകാലം ദൈവമഹത്വം വെളിപ്പെടുത്തുവാനുള്ള അവസരമാകട്ടെ. നമ്മെ തന്നെ എളിമയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് അവിടുത്തെ ശക്തിയാൽ നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമഹത്വം നമ്മിലൂടെ നമ്മുടെ ചുറ്റുപാടുകളിൽ പ്രകടമാകട്ടെ. ആത്മനിയന്ത്രണവും ദൈവവിശ്വാസവും വളർത്തുന്ന ഈ നോമ്പുകാലം അനുഗ്രഹീതമാകട്ടെ. ആമേൻ.